നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 429th day. Today 29th sloka of 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 429 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകം. തതസ്തു ശ്രീഫലം ധൃത്വാ നമസ്കാരം സമാചരേത്. സ്തുതി പ്രസന്നചിത്തേന കർത്തവ്യാ കേവലം തഥാ. ഓം തത്സത്. തതസ്തു ശ്രീഫലം ധൃത്വാ നമസ്കാരം സമാചരേത്. സ്തുതി പ്രസന്നചിത്തേന കർത്തവ്യോ കേവലം തഥാ. ഓം തത്സത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഇപ്രകാരം എല്ലാം ചെയ്തിട്ട് ശ്രീമദ് മഹാഭാഗവത ഗ്രന്ഥത്തെയും വിധിപ്രകാരം പൂജിക്കണം. ഗണപതി ഭഗവാനെയൊക്കെ പൂജിച്ച് മറ്റുള്ളതൊക്കെ ചെയ്ത് സംസാരസാഗരേ മഗ്നം എന്നുള്ള ശ്ലോകം ചൊല്ലിയിട്ട് ശ്രീമദ് മഹാഭാഗവതത്തെ പൂജ ചെയ്യണം. ആ ഗ്രന്ഥത്തെ വിധിപ്രകാരം പരമപ്രീതിയോടെ പൂജിക്കണം. പിന്നീട് ധൂപദീപാദികളൊക്കെ സമർപ്പിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുകയാണ്, ഇപ്രകാരം നാളികേരം സമർപ്പിക്കണം. ശ്രീഫലം എന്ന് പറഞ്ഞാൽ നാളികേരം. തേങ്ങയ്ക്കാണ് ശ്രീഫലം എന്ന് പറയുന്നത്. തേങ്ങ സമർപ്പിച്ച്, തേങ്ങ ഉടച്ച് സമർപ്പിച്ച് നമസ്കാരമൊക്കെ യഥാവിധി ചെയ്തതിന് ശേഷം സന്തോഷിച്ച തെളിഞ്ഞ മനസ്സോടു കൂടിയിട്ട് ഇപ്രകാരം സ്തോത്രം ചെയ്യണം. ഭാഗവതത്തെ ഇപ്രകാരം പൂജിക്കണം എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യമേ പറഞ്ഞു, ശ്രീമദ് മഹാഭാഗവതം ആ ശ്രീകൃഷ്ണൻ്റെ തന്നെ സ്വരൂപമാണ്. ആ ഗ്രന്ഥത്തെ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് തന്നെ കരുതി പൂജിക്കണം. അങ്ങനെ നല്ല മനസ്സോടുകൂടി, നല്ല തെളിഞ്ഞ മനസ്സോടുകൂടി, കളങ്കമില്ലാത്ത മനസ്സോടുകൂടി പൂജകളൊക്കെ ചെയ്തിട്ട് ഇപ്രകാരം സ്തോത്രം ചെയ്യണം, സ്തുതിക്കണം. ആ സ്തുതികൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുകയാണ്, നാളികേരം ഏതൊരു നല്ല കാര്യത്തിനും നമുക്ക് കാണാവുന്നതാണ്. നാളികേരം നന്മയുടെ ചിഹ്നമാണ്. നാളികേരത്തിന് വിധിപ്രകാരം പല ഗുണങ്ങളുമുണ്ട്. ആ നാളികേരം സമർപ്പിച്ച് ഉടച്ച് നമസ്കാരമൊക്കെ ചെയ്തിട്ട് ഇപ്രകാരം സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സ്തുതിക്കേണ്ട ശ്ലോകങ്ങൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നതായിരിക്കും. ആ ഓരോ ചെറിയ കാര്യവും നാം അനുഷ്ഠിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ ഈ 6ാമത്തെ അധ്യായത്തിൽ എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. തതസ്തു ശ്രീഫലം ധൃത്വാ നമസ്കാരം സമാചരേത്. സ്തുതി പ്രസന്ന ചിത്തേന. എപ്പോഴും സ്തുതികൾ ഒക്കെ നാം പ്രസന്ന ചിത്തത്തോടു കൂടി ചെയ്യണം. കടമ എന്ന് കരുതിയിട്ട് വിഷമത്തോടു കൂടി ചെയ്യരുത്. നല്ല പ്രസന്ന മനസ്സോടു കൂടിയിട്ട് ചെയ്യണം, സന്തോഷമായിട്ട് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. സ്തുതി പ്രസന്ന ചിത്തേന കർത്തവ്യാ കേവലം തഥാ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.